കുഞ്ഞേ, എടി, കുഞ്ഞിപ്പാത്തമ്മോ ഉറങ്ങിയോ? വീട്ടിലെത്തി കാർ നിർത്തി അൽത്താഫ് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ചാഞ്ഞിരുന്ന് ഉറങ്ങുന്നുണ്ട് ആള്. അങ്ങനെ എടുത്തോണ്ട് പോകാൻ നോക്കുമ്പോൾ ആള് കണ്ണു തുറന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അതെനിക്ക് മനസ്സിലായി, ഇറങ്ങി വാ. ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഇരുവരും വീടിനുള്ളിൽ കയറുമ്പോഴാണ് ഗേറ്റ് കിടന്ന് ഒരു കാർ അങ്ങോട്ട് വന്നത്. ഉമ്മിയോ? വൈകിട്ടല്ലേ ബാപ്പി വരുള്ളൂ ചോദിച്ചുകൊണ്ട് ലച്ചുവിന്റെ കൈവിട്ട് അവൻ സീറ്റോട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. കാറിൽ നിന്നും നസീമയ്ക്കൊപ്പം സുറുമിയുടെ ഉമ്മയും ഉപ്പയും കൂടെ ഇറങ്ങി. പിന്നാലെ മറ്റൊരു കാറും വന്നിരുന്നു. അതിൽ നിന്നും ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ ഇബ്രാഹിമും കരഞ്ഞ പോലെ ആയിഷോമി ഇറങ്ങി. അവരെ കാണാൻ ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം എന്തോ പ്രശ്നമുണ്ടെന്ന് ഇരുവരുടെയും മുഖം കണ്ടു. മനസ്സിലോർത്തുകൊണ്ട് ചുമലിലേക്ക് ചാരുന്നു അവൾ. എന്ത് തോന്നിയ ദിവസം കാണിക്കാമെന്നായോട നായേ. കാറിൽ നിന്നും ഇറങ്ങിയ പാടെ അൽത്താഫിന് അരികിലേക്ക് പാഞ്ഞു വന്ന് ഇബ്രാഹിം അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. പിന്നെ തലങ്ങം വിലങ്ങം തല്ലാൻ തുടങ്ങിയതോടെ ലച്ചു പാഞ്ഞ് ഇടയ്ക്ക് കയറി. എന്തിനാ ഉപ്പൂപ്പേ എന്റെ അലസിനെ ഉപദ്രവിക്കുന്നേ? അയാളെ തള്ളി നീക്കി അൽത്താഫിനെ ചുറ്റിപ്പിടിച്ച് ലച്ചു കണ്ണുനീരോടെ ചോദിച്ചു. എന്തിനെന്നോ അറിയണോ കുഞ്ഞേ? എന്തിനെന്ന് അറിഞ്ഞ ഇവനെ നീ ആവും ആദ്യം അടിക്കുക. ഇബ്രാഹിം പറയും മുൻപ് ആയിഷുമ്മ അൽത്താഫിനെ നോക്കി ലച്ചുവിനോട് കരഞ്ഞോട്ട് പറഞ്ഞു. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇതെന്തിന്റെ കേടാണ്? എന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ പട്ടിയെ തല്ലുപോലെ തല്ലാൻ. നസീമ പിടഞ്ഞോടി വന്ന് ലച്ചുവിന്റെ കൈ തട്ടി നീക്കി അൽത്താഫിനെ ചേർത്ത് പിടിച്ചു. ഋഷിയും സുറുമിയും വിവാഹം രജിസ്റ്റർ ചെയ്ത് അവരൊരുമിച്ച് ജീവിക്കുന്നത് അറിഞ്ഞിട്ടുള്ള വരവാണ് ഇതെന്ന് അൽത്താഫിന് തോന്നി. നീ എന്താ നസീ പറഞ്ഞത്? നിന്റെ മോൻ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നിയില്ലേ? പ്രടി. ഇബ്രാഹിം മുരളിച്ചയോടെ നസീമയ്ക്ക് അരികിലേക്ക് ചെന്ന് നിന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അവന്റെ ചോരയിൽ പിറന്നൊരു കുഞ്ഞ് എന്റെ സ്വപ്നമായിരുന്നു. ഇവളുടെ വയറ്റിൽ അതുണ്ടാവില്ലെന്ന് പണ്ടേ ഉറപ്പിച്ചതല്ലേ. അതുകൊണ്ട് സുറുമിയുടെ ഉള്ളിൽ ഇവന്റെ കുഞ്ഞു വളർന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മി. അൽത്താഫ് അലറിക്കൊണ്ട് അവർക്ക് നേരെ പാഞ്ഞു ചെയ്യുന്നു. എന്താ പറഞ്ഞതെന്ന് അവന്റെ മുഖത്ത് നോക്കാൻ അവരുന്ന് ഭയന്ന് മുഖമാകെ ചുവന്ന് വീങ്ങി കണ്ണുകൾ കലങ്ങി പല്ലൊക്കെ കടിച്ചു പിടിച്ച് അവർക്ക് മുന്നിൽ അവൻ നിന്നു. എന്റെ മുഖത്ത് നോക്കി പറയൂ. അവൻ വീണ്ടും നസീമയോട് ചോദിക്കുമ്പോൾ ആയിഷൂമയും ഇബ്രാഹിമും നോക്കിയത് വിളറി വെളുത്ത് വിറങ്ങിച്ച് ഒരു കുഞ്ഞു കാറ്റേറ്റൽ മറിഞ്ഞു വീഴാൻ പാകത്തിന് തകർന്നു നിൽക്കുന്ന പെണ്ണൊരുത്തിയായിരുന്നു. പറയൂ, നിങ്ങളോട് ആരാണ് പറഞ്ഞത് സൂർമയുടെ വയറ്റിലുള്ള കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന്? പറയാൻ അലറി വിളിച്ച അൽത്താഫ് ചോദിക്കുമ്പോൾ ലച്ചു വേഗം വന്ന് അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. ഇങ്ങനെ ബഹളം വയ്ക്കില്ല ലൂസേ, വാ വീട്ടിനുള്ളിൽ പോയി സംസാരിക്കാം. ഇവിടുത്തെ ബഹളം കേട്ട് അപ്പുറത്തെ ജോലിക്ക് വരുന്ന സരോജ ചേച്ചിയും റോഡിന് എതിർവശത്തെ വീട്ടുകാരുമൊക്കെ അവിടെ നിന്നും എത്തിയൊക്കെ നോക്കുന്നത് കണ്ട് ലച്ചു അവനോട് പറഞ്ഞു. നീ വിശ്വസിക്കുന്നുണ്ടോ കുഞ്ഞിപ്പാത്തമോ? ഞാൻ നിന്നെ ചതിച്ചുവെന്ന്? നിന്നെ അല്ലാതെ മറ്റൊരുത്തിയെ ഞാൻ? ബാക്കി പറയാൻ പോലും അറച്ചവൻ അവളുടെ മുഖം കൈകളിലും കോരിയെടുത്ത് അവൻ ചോദിച്ചു. ഇല്ല, എനിക്കെൻ്റെ അലൂസിനെ വിശ്വാസമാണ്. എന്നെക്കാളും വിശ്വാസം. എനിക്കറിയാം ഉമ്മയ്ക്ക് എന്തോ തെറ്റിദ്ധാരണയാണെന്ന്. വിങ്ങലോടെ അവൻ ചോദിക്കുമ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് ലച്ചു അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. അവൻ ആ മുഖം നെഞ്ചിൽ ചേർത്ത് അമർത്തി പിടിച്ചു. പിന്നെ ആ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ ചുണ്ടമർത്തി. അവൻ്റെ കണ്ണുകൾ ഒഴുകി. അതവളുടെ കവളിൽ വീണു. ഇരുവരുടെയും കണ്ണുനീര് ചേർന്നൊരു പുഴ പോലെ ഒഴുകിയിറങ്ങി. കൊള്ളാലോ, എൻ്റെ മോനെ പിടിച്ചു വയ്ക്കാനുള്ള സൂത്രം. നിന്നെ സമ്മതിക്കണം. നിനക്ക് വിശ്വാസമുള്ളതുപോലെ അഭിനയിക്കുവാണോ? നസീമ, ഇനി ഞങ്ങൾ എന്താ വേണ്ടത്? എൻ്റെ കുഞ്ഞിനെ കൊന്നുകളയണോ? അതോ തന്തയില്ലാത്ത കുഞ്ഞിനെ എൻ്റെ മുകളിൽ പ്രസവിക്കണമെന്നാണോ? ഞങ്ങൾക്ക് ഇവിടുത്തെ നാടും കണ്ടു നിൽക്കാൻ താല്പര്യമില്ല. നീ സമാധാനപ്പെടേ ഷാഹിന. എൻ്റെ മോൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അത് നേരെ വഴിയിലൂടെ തന്നെ സുറുമി അൽത്താഫ് നിക്കാഹ് കഴിച്ചു കൊണ്ടുവരും. അവൻ്റെ ഉമ്മയായി ഞാൻ ജീവിച്ചിരിക്കണം. എങ്കിൽ അവൻ സുറുമിയെ വിവാഹം കഴിക്കണം. അവർ അൽത്താഫിനോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ സുറുമി? പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല, അവളുടെ ഭർത്താവാണ്. ഞാൻ അവനോട് ചോദിക്കട്ടെ, ഇനിയും അവൻ്റെ ഭാര്യയ്ക്ക് പുതിയ ഭർത്താവും കുഞ്ഞിന് വേറെ അച്ഛനും വേണമെന്ന്? പിന്നെ നിങ്ങൾ ദുബായിൽ നിന്നും കൂടും കൊടുക്കുകയും എടുത്തുകൊണ്ട് അവിടം വിട്ടു വന്നത് എന്തിനെന്ന് ഉമ്മയ്ക്ക് അറിയില്ലെങ്കിലും എനിക്ക് നല്ലോണം അറിയാം. എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കാം, അവർ വരട്ടെ. ഒപ്പം സുറുമിയും റഷ്യയും കൂടെ വരട്ടെ. ഇന്നുകൊണ്ട് എല്ലാം തീരണം. പകയുടെ അൽത്താഫ് തൻ്റെ ഉമ്മയും സുറുമിയുടെ വീട്ടുകാരെയും നോക്കി പറഞ്ഞു. നിന്റെ ഉമ്മയ്ക്ക് അറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എൻ്റെ മോള് ഗർഭിണിയാണെന്നും ആ കുഞ്ഞ് ആ അനാഥൻ്റെ കുഞ്ഞാണെന്നും അറിയാം. അതിനെ അബോർഷൻ ചെയ്തിട്ട് നിന്നെ കൊണ്ട് കെട്ടിക്കാനുള്ള പ്ലാനായിരുന്നു നസീമയ്ക്ക്. ഇനിയൊന്നും നടക്കില്ലെന്ന് വന്നതും ദേഷ്യത്തിൽ ഷാഹിന അൽത്താഫിനോട് വിളിച്ചു പറഞ്ഞു. അൽത്താഫ് ഒരു ഞെട്ടലോടെ നസീമയെ നോക്കി. ഒപ്പം അവരിൽ നിന്ന് മകന്നിന്ന് ഇബ്രാഹിം തളർച്ചയുടെ സോപാന പടിയിലിരുന്നു. ആയിഷുമ നിറം മെഴിയോടെ അൽത്താഫിനെയും ലച്ചുവിനെയും നോക്കി. അതെ, എല്ലാം എനിക്കറിയാമായിരുന്നു.
എൻ്റെ മോൻ്റെ ജീവിതം ഈ മച്ചിക്കൊപ്പം ജീവിച്ചില്ലാതെയാക്കാൻ എൻ്റെ ജീവനുള്ള കാലം വരെ ഞാൻ സമ്മതിക്കില്ല. ഒരു ഭ്രാന്തിയെ പോലെ അവർ അലറി വിളിച്ചു പറഞ്ഞു. ലച്ചു വിങ്ങിലടക്കി അവരെ നോക്കി നിന്നു. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഈ വീടും ഇപ്പോൾ ഞങ്ങൾ വെക്കുന്ന വീടുമൊക്കെ തരാം. എൻ്റെ മോനെ എനിക്ക് തന്നേക്ക്. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ, 3 വർഷം എൻ്റെ മോൻ്റെ കൂടെ കഴിഞ്ഞത് നിനക്കൊരു നഷ്ടവും ആകില്ലെന്ന്. എത്ര പണം വേണമെങ്കിലും തരാം നിനക്ക്. തകർന്നു നിൽക്കുന്ന ലച്ചുവിനെ പിടിച്ചെന്ന് കുലുക്കിക്കൊണ്ട് നസീമ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ നിങ്ങൾ എൻ്റെ കുഞ്ഞിപ്പാത്തുവിനോട് പറഞ്ഞത്? പറയേ, മുൻപും ഇപ്പോഴൊക്കെ നിങ്ങൾ എന്താ അവളോട് പറഞ്ഞതെന്ന്. ആറപ്പോടെ അൽത്താഫ് നസീമയെ നോക്കി. പാത്തു, ഇവരെന്താ നിന്നോട് പറഞ്ഞത്? ഒന്നുപോലും വിടാതെ പറയാൻ. ലച്ചുവിൻ്റെ കുനിഞ്ഞു പോയ മുഖം പിടിച്ചുയർത്തി അവൻ ചോദിച്ചു. ആ സമയം അവൻ്റെ ചെന്നിലെ ഞരമ്പ് കാണുന്നതുവരെ പേടിക്കും വിധം പിടഞ്ഞുകൊണ്ടിരുന്നു. ലച്ചു എന്തു പറയണമെന്നറിയാതെ പിടഞ്ഞുകൊണ്ടിരുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? ഗേറ്റിന് പുറത്ത് വരുമ്പോഴേക്കും കേൾക്കാം ഒച്ചപ്പാടുകൾ. എന്താ പ്രശ്നം? നാസറും ജമീലയും കൂടെ ചെന്ന് അക്ബറിന്റെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. എന്താ മോളെ, എന്താ എൻ്റെ കുഞ്ഞിൻ്റെ കോലം? ലച്ചുവിനും ചേർത്ത് പിടിച്ച ജമീല. മാമി അവിടെ കിട്ടി. അൽത്താഫ് ജമീലയോട് പറഞ്ഞു. മോനെ, എന്താടാ പ്രശ്നം? നീ എന്തിനാ അമ്മളോട് ദേഷ്യം കാണിക്കുന്നത്? നിന്നെ ആരാടാ തല്ലിയത്? അക്ബർ മുന്നോട്ട് വന്ന അൽത്താഫിനെ പിടിച്ച് മുഖത്തൊക്കെ അരിമയോടെ തലോടി. അവൻ അതിനൊന്നും മറുപടി പറയാതെ ലച്ചുവിനെ നോക്കി. പാത്തുവിനോടാണ് ഞാൻ ചോദിച്ചത്. ഈ സ്ത്രീ നിന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് അറിയണം. ഇല്ലെങ്കിൽ നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്റെ അലവസരം നീ കാണില്ല. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും മിണ്ടാതെ നിൽക്കുന്ന ലച്ചുവിൻ്റെ കൈവിട്ട് അക്ബറിന്റെ മുഖത്തേക്കൊന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ തിരിഞ്ഞ അൽത്താഫിനെ പിന്നിൽ നിന്നും വരിഞ്ഞു മുറുക്കി ലച്ചു. ഞാൻ പറയാം അലൂസേ, എല്ലാം പറയാം. അവൻ്റെ മുതുകിൽ മുഖം അമർത്തി വാവിട്ട് കരഞ്ഞു ലച്ചു. ഇനിയിപ്പോൾ പറയണം. ഈ സ്ത്രീ ഇവിടെ ദുഷിച്ച നാവുകൊണ്ട് നിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം. ഇവർക്കും കേൾക്കണോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയണം. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞവർ ഞാനില്ലാത്തപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. പറയുമാത്തുമോ? അവളെ പിടിച്ച് മുന്നിൽ നിർത്തി അൽത്താഫ് പറഞ്ഞു. അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു. ലച്ചു കണ്ണുനീരിൽ കുതിർന്ന മുഖമുയർത്തി നസീമയൊന്ന് നോക്കി. അവരും അവളെ തുറച്ചു നോക്കി നിന്നും. അവളൊരു താങ്ങിനെന്നോണം ചുമരിൽ ചായർ നിന്നും. പിന്നെ ഓർത്തു, നസീമ ഓരോ തവണയും തന്നെ കുത്തി നോവിച്ചത് ഈ ജീവിതം മടുത്തെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തതൊക്കെ. പാത്തു, അതോ ഞാൻ അതും അവരോട് ചോദിക്കണോ? പറയടി, വാ തുറന്ന്. അൽത്താഫിൻ്റെ അലർച്ചയിൽ ആ വിറയാർന്ന ദേഹം ഒന്ന് കിടങ്ങി. അതവൻ കയ്യിൽ തൊട്ടറിയുകയും ചെയ്തെങ്കിലും പിന്മാറി തന്നെ നിന്നു. പറയേ. ലച്ചുവിനെ നിലത്തേക്കിരുത്തി അവനും കൂടെ ചേർന്നിരുന്നു. അപ്പോഴും അവളുടെ കൈ അവൻ മുറുകെ പിടിച്ചിരുന്നു. ഇവിടെ വീടിൻ്റെ പണി നടക്കുമ്പോൾ പലവട്ടം മല്ലൂസില്ലാത്തപ്പോൾ ഉമ്മി വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് എന്നെ കുറേ വഴക്ക് പറയും. ഞാൻ അല്ലൂസിനെ മയക്കി വെച്ചിരിക്കുന്നെന്ന് എൻ്റെ അമ്മ അല്ലൂസിനെ കുടുക്കി എന്നെ കെട്ടിച്ചു തന്നതാണെന്ന്. ആദ്യം ഞാനും അതൊന്നും കാര്യമാക്കിയില്ല. ഉമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ എന്നെ സ്വീകരിച്ചതിൻ്റെ ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്ന് കരുതി. പക്ഷെ ഒരു ദിവസം മുറ്റത്ത് ലച്ചു മനോഹരമായി പരിപാലിക്കുന്ന ചെടികൾക്ക് വെള്ളമൊഴിച്ച് ചെറിയ കളകളൊക്കെ പറിച്ചു നിൽക്കുമ്പോഴാണ് നസീമ വന്നത്. കാറിൽ നിന്നും ഇറങ്ങുന്ന അവരെ കണ്ട് ലച്ചു അങ്ങോട്ട് ചെന്നത്. ഉമ്മിയോ, കയറി വാ, നമുക്ക് അകത്തേക്ക് പോകാം. നീ എന്നെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ മകൻ്റെ വീടാണ്. ഇവിടെ എന്നെ നീ സ്വീകരിക്കേണ്ട. ഗർവോടെ പറഞ്ഞിട്ട് അവർ സെറ്റിൽ കാൽമേൽ കാൽ കയറ്റി വെച്ചിരുന്നു. ഉമ്മിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. വേണ്ട. പിന്നെന്തിനെന്ന് പറയുന്നത് കേൾക്കാൻ എന്നപോലെ ലച്ചു വല്ലതെ മിടിക്കുന്ന ഹൃദയവുമായി നസീമയെ നോക്കി നിന്നു. നിനക്ക് നാണില്ലേ പെണ്ണെ എങ്ങനെ ഇവിടെ കിടക്കാൻ? ദാരിദ്ര്യം പിടിച്ച നിന്നെപ്പോലെയുള്ളതിനൊക്കെ കെട്ടിയെടുത്ത് തലയിൽ വെച്ചാ എൻ്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ. ഉള്ളിൽ സഹിക്കാൻ കഴിയാത്ത നോവടെ ലച്ചു അവിടെ വാക്കുകൾ കേട്ട് നിന്നു. പിന്നെ അതൊരു പതിവായി. ഇടയ്ക്കിടെ വരുന്ന മുള്ളുകൾ പോലുള്ള വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്നു പോകുന്നു. എനിക്കതും ശീലമായി. ലച്ചു കണ്ണുനീരോടെ പറഞ്ഞു. ആ മുഖം കാണി അവൻ്റെ നെഞ്ചി പിഴഞ്ഞുപോയി. അൽത്താഫ് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നീട് ഒരു ദിവസം ഉമ്മ വന്നു. അന്ന് ഞാൻ ദാരിദ്ര്യവാസിയായ ഞാൻ അല്ലസിൻ്റെ കൂടെ കഴിഞ്ഞതിൻ്റെ കൂലി എത്രയെന്ന് ചോദിച്ചു. അത് കണക്ക് പറഞ്ഞാൽ അത് തന്നേക്കാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് അവിടെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണ് പറയുമ്പോൾ ശ്വാസം മുട്ടി എന്ന പോലെ ലച്ചു നീങ്ങി. പിന്നെയും വന്ന് സുറുമി ചേച്ചിക്ക് അല്ലൂസിനെ ഇഷ്ടമായിരുന്നു. ഞാൻ ഇടയിൽ വന്നത് കൊണ്ടാണ് ആ ബന്ധം ഇങ്ങനെയായതും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ വയറ് മരുഭൂമിയാണെന്നും അവിടെ ഒരു പച്ചില പോലും കിളിർക്കയില്ലെന്നും ഞാൻ മച്ചിയാണെന്നും ഒരു മച്ചി പെണ്ണൊപ്പം ജീവിച്ച് അവിടെ മോൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് കാണാൻ അവർക്ക് വയ്യെന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. എനിക്ക് അപകടം പറ്റിയത് കൊണ്ടല്ലേ കുഞ്ഞുണ്ടാവാത്തത്. മച്ചി എന്ന വാക്ക് ഞാൻ എൻ്റെ 15-ാം വയസ്സ് മുതൽ കേൾക്കുന്നതാണ്. ഇനിയും വയ്യ എനിക്ക് സഹിക്കാൻ പറഞ്ഞിട്ട് ലച്ചു ഇരു കൈ കൊണ്ട് മുഖം പൊത്തിക്കരഞ്ഞു. അപ്പോഴും അവൻ്റെ കൈകൾ
അവളെ പൊതിഞ്ഞു പിടിച്ചതും അവൾക്കൊപ്പം അവനും കരയുന്നുണ്ടായിരുന്നു. പിന്നൊന്നും കണ്ടും കേട്ടും നിൽക്കാൻ ജമീലയ്ക്കായില്ല. കരഞ്ഞുകൊണ്ടവർ അവൾ കരയിലേക്ക് പാഞ്ഞു വന്നു. കരയല്ലേ മോളെ, എൻ്റെ പൊന്നു മോളല്ലേ, ഇങ്ങനെ കരയല്ലേ. ഇതുപോലെ കുറേയേറെ ഈ സ്ത്രീയുടെ വായതും ഞാനും കേട്ടിട്ടുണ്ട്. വല്ലപ്പോഴും ഗൾഫിൽ നിന്നും വിരുന്ന് വരുന്ന നാത്തൂനെ കുറ്റം പറയാൻ എനിക്കും പറ്റില്ലല്ലോ. കുറേയേറെ സഹിച്ചു. അത് കഴിഞ്ഞാണ് ജനത്തിലേക്ക് മറിയതെങ്കിലും പിന്നെയും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഞാനും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ കരുതി നന്നായതാണെന്ന്. പകരം ആളെ കിട്ടിയത് കൊണ്ട് എന്നെ ഒഴിവാക്കി വിട്ടതായിരുന്നെന്ന് മനസ്സിലായില്ല. ജമീല അവളെ നെറുകയിൽ തലോടിക്കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പറഞ്ഞു. ലച്ചുവും വേദനയോടെ അവരെ നോക്കി. പിന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ അല്ലൂസിനെ വിട്ടു പോകണമെന്ന് പറയാൻ തുടങ്ങി. 3 വർഷം എൻ്റെ മോൻ്റെ കൂടെ കിടന്നതിന് നീ ചുമ്മാ അവനെ വിട്ടു പോകണ്ട. ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് ഒരു ചെക്കിൽ 25 ലക്ഷം രൂപ എഴുതി ഒപ്പിട്ട് കൊണ്ടുവന്ന് തന്നു. ലച്ചു വീണ്ടും വീണ്ടും ഏങ്ങി അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്ന അൽത്താഫിൻ്റെ കൈകൾ അവളിൽ മുറുകി. അവൾക്ക് വേദനിച്ചെങ്കിലും അതൊന്നും അവൾ അറിഞ്ഞില്ല. കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഫോണിൽ സുറുമി ചേച്ചിയും അല്ലൂസും അടുത്തിടപഴകുന്ന ഫോട്ടോസുകൾ അയച്ചു. അതോടെ എനിക്ക് മനസ്സിലായി ഏത് വീട്ടിനെയും ഉമ്മി നമ്മളെ തമ്മിൽ പിരിക്കുമെന്ന്. ഒരിക്കൽ എന്നോട് പറയുകയും ചെയ്തു, ഞാൻ മരിക്കുന്നതാണ് അവർക്കിഷ്ടമെന്ന്. അല്ലൂസിന് എന്നെ വേണ്ടെങ്കിൽ ആ കൂടെ അല്ലാതെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ നടന്നിട്ട് നീ എന്താ മോളെ അല്ലുവിനോട് പറയാത്തത്? അതല്ലേ ഈ പ്രശ്നം ഇത്രയും വഷളായത്? നാസർ അവളോട് ചോദിച്ചു. ഇതൊക്കെ കേട്ട് അക്ബർ തരിച്ചു നിൽക്കുമായിരുന്നു. അതിന് ഉമ്മി തിരികെ വന്നതിന് ശേഷം അല്ലൂസിൽ നിന്ന് അടുത്ത് കുറച്ച് മണിക്കൂർ കിട്ടിയതെന്നാണ്. എന്നും ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കി വെക്കും. കഴിക്കാൻ ഇരിക്കാറാകുമ്പോൾ ഉമ്മി വിളിക്കും. ആളും ആ കൂടെ പോകും. പിന്നെ വരുന്നത് പാതിരാത്രിയാകും. കഴിഞ്ഞ 2 മാസമായി ഇതാണ് അവസ്ഥ. ഒന്ന് സംസാരിക്കാൻ പോയിട്ട് ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും അല്ലൂസിന് നേരെ ഉണ്ടായില്ല. പക്ഷെ ഉമ്മിക്കൊപ്പം സുറുമി ചേച്ചിക്കൊപ്പവും ഒക്കെ പലതവണ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും തോന്നി ഉമ്മി പറഞ്ഞതുപോലെ അല്ലൂസിനെ കുഞ്ഞിപ്പാത്തിനെ മഴത്ത് തുടങ്ങിയെന്ന്. ലച്ചുമുഖം ഇരു കൈകൊണ്ടും അമർത്തി തുടച്ചു. അല്ലൂസിൻ്റെ പൊന്നെ. അൽത്താഫ് അവളെ ഇരു കൈകൊണ്ടും വരിഞ്ഞു മുറുക്കി ആ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ച് കരഞ്ഞു. ഇനിയും എനിക്കൊന്നും സഹിക്കാൻ വയ്യായിരുന്നു. ഹരിതി അന്നും ഇന്നും എന്നോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടപ്പുറപ്പ്. അവൾക്ക് ഒരാൾക്ക് വേണ്ടിയാണ് ഇന്ന് വരെ ഞാൻ പിടിച്ചെന്നത്. അൽത്താഫ് ആ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവൾ പറയുന്നത് എന്താണെന്നറിയാൻ ആ മുഖത്തേക്ക് നോക്കി. കൂടെ മറ്റുള്ളവരും. ഇന്നുകൊണ്ട് നന്ദാവനത്തിലെ ലക്ഷ്മി പ്രിയെ ചെമ്പൊത്തെ അൽത്താഫിൻ്റെ കുഞ്ഞിപ്പാത്തിനെ സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് ഞാൻ. എടീ ആ ഒറ്റ അടിയായിരുന്നു. അൽത്താഫ് അടുത്ത നിമിഷം കൊഴിഞ്ഞു വിടാൻ പോയവളെ വാരി നെഞ്ചിൽ ചേർത്ത് ആ മുഖം മുഴുവനും ചുണ്ടമർത്തിയവൻ. എങ്ങനെ തോന്നിയടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? നീ ഇല്ലാതെ ഈ ലോകത്ത് നിന്റെ അലസ് ഉണ്ടാകുന്ന നീ കരുതിയല്ലേ കൂടെ വരും ഞാൻ. ഈ ലോകത്തിലായാലും മരിച്ചിട്ടായാലും നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കൂ. അൽത്താഫിന് കുഞ്ഞിപ്പാത്തുവിനോട് ഉള്ളത് ഭ്രാന്താണ്, നല്ല അസൽ ഭ്രാന്ത്. അവളുടെ മുഖം നെഞ്ചിൽ അമർത്തി ഞെരിച്ചു വെച്ച് അവൻ കണ്ണുനീരോടെ പറഞ്ഞു. എടാ അല്ലുമോനെ, കൊച്ചിന് ബോധമില്ല, അകത്ത് കൊണ്ടുവന്ന് കിടത്ത്. ജമീല ഇത്തിരി വെള്ളം ഇങ്ങെടുത്തോണ്ട് വന്നേ. നാസർ പറഞ്ഞതും അൽത്താഫ് അവളെ ഒന്ന് നോക്കി. മാമ, പാത്തുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, എനിക്കൊന്ന് പേടിയാവുന്നു. പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവൾ പറഞ്ഞതായിരുന്നു ഇന്ന് അവസാനിപ്പിക്കാനിരുന്നതാണെന്ന്. പിന്നെ പെട്ടെന്ന് അവൻ അവളെ കോരിയെടുത്ത് കാലിലേക്ക് കയറി അവളെ നെഞ്ചിൽ ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് കണ്ണുനീരോടെ ആ മുഖത്ത് മുഖം ചേർത്ത് വെച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ നാസറും കോ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണുനീരും പ്രാർത്ഥനയുമായി ജമീലയും. നാസർ കാർ വേഗത്തിൽ പായിച്ച സിറ്റി ഹോസ്പിറ്റലിലേക്ക്. ആശുപത്രി ഡോക്ടർ പരിശോധന മുറിക്ക് മുന്നിൽ അക്ഷമയുടെ അൽത്താഫും നാസറും ജമീലയും നിന്നു. മോനെ, നീ അവിടെ നിന്നിരിക്കടാ, നാസർ അൽത്താഫിനോട് പറഞ്ഞു. ഞാനൊരു പരാജയമാണ് അല്ലേ മാമ? എൻ്റെ പാത്തു ഈ കുറച്ച് ദിവസം കൊണ്ട് എന്തൊരു സഹിച്ചു, അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിൻ്റെ കുഴപ്പമല്ലേ? ഞാൻ അവളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? ഉമ്മി വിളിച്ചപ്പോഴൊക്കെ വീളിപ്പുറത്ത് നിന്നത് എൻ്റെ പാത്തുവിൻ്റെ കാര്യം പറഞ്ഞ് ഒഴിവായാൽ അവളോട് ഉമ്മയ്ക്കുള്ള ദേഷ്യം കൂടുമല്ലോ എന്നോർത്താണ്. അല്ലാതെ ഞാൻ എൻ്റെ പാത്തുവിനെ അവഗണിച്ചതല്ല, അവൾക്ക് എന്നോട് വെറുപ്പ് തന്നെയാണ് മാമ. വിങ്ങിനോടെ പറഞ്ഞിട്ട് നാസറിന് തോളിൽ മുഖം അമർത്തിയവൻ. ഇപ്പം എനിക്ക് തോന്നും ലക്ഷ്യമോളും ഞങ്ങളുടെ അടുത്ത് പോലും വരരുത് എന്ന് ഉറപ്പിച്ചാവണം ഞങ്ങളെ ചെമ്പോത്ത് നിൽക്കാൻ നാസിമ നിർബന്ധിച്ചത്. അൽത്താഫിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാസർ പറയുമ്പോൾ കണ്ണുനീരോടെ ജമീലയും അത് സത്യമെന്ന് തലയാട്ടി സമ്മതിച്ചു. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, കൊച്ചിനെ നീ ചേർത്ത് പിടിച്ചാൽ മതി. അൽത്താഫിനെ സമാധാനിപ്പിച്ചുകൊണ്ട് നാസർ പറഞ്ഞു. എടാ ദേ, അടയൻ ഉമ്മയും ബാപ്പയും ഒക്കെ വരുന്നുണ്ട്. എല്ലായിടും നോക്കിക്കൊണ്ട് അവർ നിൽക്കുന്നിടത്തേക്ക് വരുന്ന ഇബ്രാഹിം, ഐഷുമയും അക്ബറും. അൽത്താഫ് ആരെയും നോക്കിയില്ല. ലച്ചുവിനെ കൊണ്ടുപോയി ആ റൂമിൻ്റെ വാതിൽ തുറന്നത് നോക്കി അവൻ ആ നിൽപ്പ് നിന്നു. എന്തേ നാസർ, കൊച്ചിന് എന്തു പറ്റിയതാണ്? അക്ബർ നാസറിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, നോക്കുന്നതേയുള്ളൂ, കുഴപ്പമൊന്നുമില്ലാതിരുന്നാൽ മതി. അവൻ്റെ ആ നിൽപ്പ് കാണാൻ വയ്യ. നാസർ അൽത്താഫിൻ്റെ കണ്ണുനീരുണങ്ങിയ മുഖത്ത് നോക്കി പറഞ്ഞു.
ഒന്നും ഉണ്ടാവില്ല. എൻ്റെ മോൻ, അവൻ്റെ പ്രണയവും അവളെന്ന ഭ്രാന്തും സത്യമാണ്. അക്ബർ പറഞ്ഞുകൊണ്ടിരുന്നു. ലക്ഷ്മിപ്രിയയുടെ കൂടെ ഉള്ളതാണോ? വാതിൽ തുറന്ന നേഴ്സ് വാതിൽക്കൽ നിന്ന് തന്നെ അൽത്താഫിനോട് ചോദിച്ചു. ഞാനാണ് എൻ്റെ പാത്തുമ്മ. അവൻ്റെ ശബ്ദം പോലും വിറച്ചുപോയി. വരൂ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. അകത്തേക്ക് കയറാൻ ഭയന്ന പോലെ അവൻ നാസറിനെ നിന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് അവനൊപ്പം അയാളും കൂടെ ഡോക്ടർ റൂമിലേക്ക് കയറി. ഇരിക്കടോ, മുന്നിലിരിക്കുന്ന ലേഡി ഡോക്ടർ പറഞ്ഞു. അൽത്താഫ് അവർക്ക് മുന്നിലെ നെയിം പ്ലേറ്റ് നോക്കി. ആതിര ശിവകുമാർ പേര് മനസ്സിൽ വായിച്ചുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലെ കസാരിൽ ഇരുവരും ഇരുന്നു. ഡോക്ടർ, എൻ്റെ കുഞ്ഞിപ്പാത്തുമ്മ. ഡോക്ടർ സംശയത്തോടെ അവരെ നോക്കി. അത് ലക്ഷ്മിപ്രിയെ, ഞാൻ വിളിക്കുന്നത് കുഞ്ഞിപ്പാത്തുമ്മ എന്നാണ്. അവൻ്റെ വിറയിലെ ശബ്ദത്തിലും മറിയാൻ അവർക്ക് കഴിഞ്ഞു. ടെൻഷൻ ആവണ്ട, ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. പ്രഷർ തീരെ കുറഞ്ഞു പോയി. ഈ കുട്ടി ഫുഡൊന്നും കഴിക്കാറില്ലേ? അതാകെ വീക്കാണ്. പിന്നെ ബാക്കി ഗായത്രി പറയും. ആളിപ്പോൾ ലക്ഷ്മി ചെക്ക് ചെയ്യുവാണ്. എന്തായി ഗായത്രി, എൻ്റെ സംശയം കറക്റ്റ് അല്ലേടോ? ആദര ചോദിച്ചതിന് മറുപടി ഗായത്രി പുഞ്ചിരിയോടെ മോളി. അപ്പോൾ ഇനി കാര്യങ്ങൾ ഡോക്ടർ ഗായത്രി പറയും, ഞാൻ പോയിക്കോട്ടെ. ആദര ഡോക്ടർ ഗായത്രിയോട് യാത്ര പറഞ്ഞ് ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. ഡോക്ടറെ, എൻ്റെ പാത്തുമ്മ അല്ല ലക്ഷ്മി, അൽത്താഫ് അക്ഷമനായി ചോദിച്ചു. ഓക്കെയാണ്, ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അതിനുള്ളിൽ ആളുണ്ട്, ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ ഡോക്ടർ സംശയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലക്ഷ്മിപ്രിയെ നോക്കിയാണ്. ലാബ് റിപ്പോർട്ട് ഇപ്പോൾ വരും. അവൾ ഓക്കെയാണെന്ന് കേട്ടപ്പോൾ തന്നെ അൽത്താവിന് ശ്വാസം നേരെ വീണിരുന്നു. ദാ വന്നല്ലോ റിപ്പോർട്ട്. നേരത്തെ പുറത്തുനിന്ന് തന്നെ വിളിച്ച നേഴ്സ് ഡോക്ടറെ കയ്യിൽ ഒരു റിപ്പോർട്ട് വെച്ച് കൊടുത്തു. പിന്നെ വീണ്ടും അകത്തേക്ക് പോയി അവർ. ഡോക്ടർ, എൻ്റെ പാത്തൂന്? അൽത്താഫ് വീണ്ടും ചോദിച്ചു. പേടിക്കേണ്ട, ഹാപ്പി ന്യൂസ് ആണ് കേട്ടോ. റിപ്പോർട്ട് മടക്കി വെച്ച് ഡോക്ടർ പറഞ്ഞു. ഹാപ്പി ന്യൂസ്? അൽത്താഫിനൊന്നും മനസ്സിലായില്ലെങ്കിലും നാസറിന് എന്തൊക്കെയോ സംശയം തോന്നി. എടോ, ഇങ്ങനെ അന്തം വിട്ട് നോക്കണ്ട. ഇയാളൊരു അച്ഛനാകാൻ പോകുന്നു. അതിൻ്റെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെയാണ് ആ കുട്ടിക്ക്. പിന്നെ കുറച്ചായി ഭക്ഷണവും വെള്ളവും കൃത്യമായി കഴിക്കാത്ത പ്രശ്നം കൂടെ ആയപ്പോൾ ആളാകെ തളർന്നു. എന്താ പറഞ്ഞത്? അൽത്താഫ് വിശ്വസിക്കാനാവാതെ അവരെ തുറച്ചു നോക്കി. പിന്നെ മുഖം പൊത്തി കുനിഞ്ഞിരുന്ന് കരഞ്ഞുപോയി. നാസർ അവനെ തന്നെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. എന്തുപറ്റി? അവൻ്റെ പേര് അൽത്താഫ് എന്നാണ് ഡോക്ടർ. പിന്നെ നാസർ അവൻ്റെ പ്രണയവും ആ പ്രണയം ഒരിക്കലും കിട്ടില്ലെന്ന് കരുതി ബാപ്പിയോടും മമ്മിയോടും ഒപ്പം ദുബായിൽ പോയതും പിന്നെ ലച്ചുവിൻ്റെ ആക്സിഡൻറ്റ്, അതിലൂടെ അവൾക്ക് അമ്മയാവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്ന അറിവ്, സ്വന്തം വീട്ടിൽ ലച്ചു അനുഭവിച്ച ക്രൂരത, ഒടുവിൽ ഒപ്പിയിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞ നാട്ടിലേക്ക് അൽത്താഫ് വന്നത്, പിന്നെ ലച്ചുവിൻ്റെ വീട്ടിൽ അന്ന് നടന്നത്, അവരുടെ വിവാഹവും ജീവിതവും, ഇപ്പം അവൻ്റെ ഉമ്മയുടെ ഇടപെടൽ, അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പ്രശ്നവും ഒക്കെ പറഞ്ഞ് ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞൊഴുകിയിരുന്നു. അൽത്താഫ് ലക്ഷ്മിയുടെ മുൻപ് ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, പക്ഷേ വീട്ടിലാണ് ഡോക്ടർ. അത് സാരമില്ല, അതൊന്ന് എടുത്തുകൊണ്ട് വേണം. അന്ന് ആക്സിഡൻറ്റ് അവളെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. ഞാൻ എൻ്റെ പാത്തുനിന്ന് കണ്ടിട്ട് പോയി എടുക്കാം. അത് മതി അൽത്താഫ്, പോയി ലക്ഷ്മിയെ കണ്ടോളൂ. ഡോക്ടർ, അത് പിന്നെ ഈ പ്രഗ്നൻസി കൊണ്ട് എൻ്റെ പാത്തിന് കുഴപ്പമൊന്നും വരില്ലെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ട് അത് ഉറപ്പിച്ച ശേഷം മാത്രം അവൾ തറിഞ്ഞാൽ മതി. അവളെന്നല്ല, ഞങ്ങൾ രണ്ടാളും ഒഴിച്ചാലും. കസാരയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് അൽത്താഫ് അവർ കാണിച്ചു കൊടുത്ത ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. 4 വശവും പച്ച കട്ടൻ കൊണ്ട് മറിച്ച അതിൻ്റെ ഉള്ളിലൊരു ബെഡിൽ ലച്ചു കണ്ണുകളടച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പാത്തുമോ? അല്ലൂസിൻ്റെ കുഞ്ഞിപ്പാത്തുമോ? ഇരു കൈ കൊണ്ടും ബെഡിൽ ഊന്നി കുനിഞ്ഞിരുന്ന് അൽത്താഫ് വിളിച്ചു. അവൻ്റെ വിളി കേട്ട് ക്ഷീണത്തോടെ അതിലേറെ തളർച്ചയുടെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു ലച്ചു. അല്ലൂസേ? തളർച്ചയുടെ അവളം വിളിച്ചു. ആ വിളി കേട്ടതും അവൻ മുഖം താഴ്ത്തി അവളുടെ കുഞ്ഞു മുഖമാകെ മുത്തം കൊണ്ട് നിറച്ചു. എനിക്ക് ഒന്നുമില്ല ലൂസേ, ക്ഷീണമൊക്കെ കുറവുണ്ട്, സങ്കടപ്പെടലേ. ഇടത് കൈയിലാണ് ട്രിപ്പ് ഇട്ടിരിക്കുന്നത്. ആ കൈയിൽ അവൻ അരുമയുടെ തലോടി. അവൾ വലത് കൈ ഉയർത്തി അവൻ്റെ കവളിൽ തലോടി. അവൻ ആ കൈയും പിടിച്ചെടുത്ത് ഉമ്മ വെച്ചു. അല്ലൂസ് ഒന്ന് വീട്ടിൽ പോയിട്ട് ഓടി വരാം. എൻ്റെ പാത്തുമ്മ ഒന്ന് ഉറങ്ങിക്കോ കേട്ടോ. അവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ച് അവൾ പോലും അറിയാത്ത വിധത്തിൽ അവൻ്റെ വലത് കൈ ആ വയറിനെ ഒന്ന് തഴുകിപ്പോയി. ഒപ്പം കണ്ണുകളും നിറഞ്ഞുപോയി. പോയിട്ട് വരാവേ. ഒന്നുകൂടെ അവളുടെ കവളിൽ ഉമ്മ വെച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മാമ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. നാസറിനെ മാറ്റി നിർത്തി അൽത്താഫ് പറഞ്ഞു. നീ പോയിട്ട് വാ, കൊച്ചിനെ ഒന്ന് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണം. ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ അറിയണമെങ്കിൽ സ്കാൻ കഴിയണം. ഞാൻ പോയിട്ട് വരാം. കണ്ണുനീരും നിറഞ്ഞു നിൽക്കുന്ന കണ്ണും വിളറിപ്പോയ മുഖവും അമർത്തി തുടച്ച് അൽത്താഫ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് അടുത്തേക്ക് നടന്നു. അവൻ കാറിൽ കയറും മുൻപ് അക്ബർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. പിന്നെ ഒന്നും മിണ്ടാതെ അൽത്താഫ് കൂടെ കയറി. പുറത്തേക്ക് നോക്കി തളർന്നിരിക്കുന്ന അൽത്താഫിനെ കാണെ അക്ബറിനും വല്ലാതെ വേദനിച്ചു. അയാളും കൂടുതലൊന്നും തന്നെ ചോദിക്കാതെ കാർ പ്രിയത്തിലേക്ക് ഓടിച്ചു. പടച്ചോനെ, എൻ്റെ കുഞ്ഞ്, അത് ആൺകുഞ്ഞോ അതോ പെൺകുഞ്ഞോ? ഒന്ന് കാണാൻ ഇത്രയേറെ വേദന സഹിച്ച എൻ്റെ പാത്തുവിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ആ കുഞ്ഞ്.
ആ വയറിനുള്ളിലുള്ള ജീവൻ. അത് നഷ്ടമാവാതെ എൻ്റെ പാത്തുവിനെയും കുഞ്ഞിനെയും ഒരു കുഴപ്പവും കൂടാതെ തന്നെ അതിനുവേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളാം എന്നൊരു പ്രാർത്ഥന മാത്രം മനസ്സിൽ നിറച്ചവൻ കണ്ണുകടച്ച് സീലേക്ക് ചാരിയിരുന്നു.